വിദ്യാഭ്യാസത്തിലൂടെ സാമൂഹിക പരിവർത്തനവും വിശ്വമംഗളവും സാധ്യമാകണമെന്ന് രാഷ്ട്രീയ സ്വയം സേവക സംഘം സർസംഘചാലക് ഡോക്ടർ മോഹൻ ഭാഗവത്. ആധ്യാത്മികതയുടെ നാടാണ് ഭാരതമെന്നും നമ്മുടെ ദേശീയത വളരെ ശുദ്ധമാണെന്നും സർസംഘചാലക് പറഞ്ഞു. ഇടപ്പള്ളി അമൃത ഹോസ്പിറ്റലിലെ അമൃതായനം ഹാളിൽ നടന്നുവന്ന ജ്ഞാനസഭയുടെ സമാപന സഭയിൽ മുഖ്യപ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം. വിദ്യയും അവിദ്യയുമെന്ന രണ്ടു തരത്തിലുള്ള ആശയങ്ങൾ ഈ ലോകത്തുണ്ട്. മനുഷ്യന്റെ ഭൗതിക ജീവിതത്തിലും ആത്മീയമായ അന്വേഷണത്തിലും പ്രധാന പങ്കുവഹിക്കുന്ന ഈ രണ്ട് ആശയങ്ങളെയും ഭാരതം ഉയർത്തിപ്പിടിക്കുന്നതായി രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ സർസംഘചാലക് ഡോക്ടർ മോഹൻ ഭഗവത് പറഞ്ഞു. മെക്കാളെ മുന്നോട്ട് വെച്ച കൊളോണിയൽ വിദ്യാഭ്യാസ രീതി ഇന്നത്തെ ഭാരതത്തിന് യോജിക്കുന്നതല്ല. മറിച്ച് ഭാരതീയമായ വിദ്യാഭ്യാസത്തിലൂടെ സത്യം, കരുണ എന്നിവയിൽ അധിഷ്ഠിതമായ ധർമ്മം നിർവഹിച്ച് ഭാരതത്തിന്റെ വിരാടമായ ശക്തിയെ ഉണർത്തുവാൻ സാധിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. आधुनिक शिक्षा में भारतीय ज्ञान परंपरा, इसका मतलब क्या है? भारतीय ज्ञान परंपरा आधुनिक नहीं है क्या? काल के संदर्भ में बोलते, समय के संदर्भ में तो पुरानी है, लेकिन वैसे देखा जाए तो भारतीय शिक्षा में ज्ञान परंपरा में जो ज्ञान है वो ज्ञान तो हम पोस्ट मॉडर्न कह सकते, इतना है अत्याधुनिक. अभी भी उसका पार आधुनिक विज्ञान नहीं पा रहा है. अभी आधुनिक विज्ञान, किसी ने कहा ना कि कॉन्शियसनेस की बात आज सारी दुनिया कर रही है. UGC വൈസ് ചെയർമാൻ ഡോക്ടർ ദീപക് ശ്രീവാസ്തവ അധ്യക്ഷത വഹിച്ച സമാപന സഭയിൽ സ്വാമി വിവേകാനന്ദ യൂണിവേഴ്സിറ്റി ചാൻസലർ അജയ് തിവാരി, ശിക്ഷാ സംസ്കൃതി ഉദ്ധാന്യാസിന്റെ ദേശീയ ജനറൽ സെക്രട്ടറി ഡോക്ടർ അതുൽ കോത്താരി എന്നിവർ സംസാരിച്ചു. കഴിഞ്ഞ 4 ദിവസങ്ങളിലായി പിറവം, വെളിയനാട്, ആദിശങ്കര നിലയത്തിലും ഇടപ്പള്ളി അമൃതയിലുമായാണ് ജ്ഞാനസഭ നടന്നത്. ജനം, കൊച്ചി.